ഞാൻ എനിക്ക് തോന്നുന്നത് 5 നായികമാർ ഒരുമിച്ചിട്ടുള്ള ആദ്യത്തെ സിനിമ അതെ, ദിലീപേട്ടന്റെ ഫസ്റ്റ് മൂവിയാ. അതെ അതെ. ആദ്യം നമ്മള് 5 പേരും പഴയ ആൾക്കാരെ എന്നുള്ളതായിരുന്നു. പിന്നെ അത് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അത് അവരുടെ ഇടയിൽ ചിലപ്പോൾ അതൊരു ഈഗോ പ്രോബ്ലം വരുമോ, പിന്നെ നമുക്ക് ഡേറ്റ് പ്രോബ്ലം വരുമോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും. പിന്നെ ജനം ഏത് രീതിയിൽ എടുക്കും, ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് വന്നപ്പോഴേ ഞാൻ പിന്നെ നമുക്ക് പുതിയ ആൾക്കാരെ ആലോചിച്ചാലോ. അവരെന്ന് വെച്ചാൽ ചേട്ടാ അത് എൻ്റെ മനസ്സിലുണ്ട്, പുതിയതാണെങ്കിൽ നമുക്ക് കുറേ ഒരു ലിബറലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം ഡേറ്റ്സിന് പ്രോബ്ലം ഉണ്ടാവില്ല, നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എപ്പോൾ വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സീൻ വേണേലും എടുക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പഴയ ആൾക്കാർക്ക് ആ ഒരു ഇത് പുതിയ ആൾക്കാർക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനെ ഞാൻ പറഞ്ഞാൽ നമുക്കത് ഫിക്സ് ചെയ്യാം, അതിൽ വേറെ ടെൻഷനൊന്നുമില്ല. പക്ഷെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം വിനീതിൻ്റെയാണ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഓഡീഷനൊക്കെ വെച്ചിട്ട് പിന്നെ കുറേ പിന്നെ ഓരോ ആൾക്കാരെ അവരുടെ വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് കൊണ്ടുവരും. അങ്ങനെ നോക്കി 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 നമുക്ക് ഇന്നാളെ ഇന്നെ അങ്ങനെയാണ് കൂടുതൽ പണിയെടുത്തിരിക്കുന്നത് വിനീത് തന്നെ. ഫൈനലി നമ്മൾ അതിലേക്ക് എത്തിപ്പെട്ടപ്പോൾ ഓക്കെ ഇതാണ്, ഇത് കറക്റ്റ് ആണല്ലേ എന്ന് പറഞ്ഞു. ഓക്കെ ഇവർ ഇതിനാണ് പെർഫോമൻസ്, ഇതാണ് നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്തേക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അതിൽ ഒരാൾ മാത്രമാണ് അതിന് മുമ്പ് ഏതൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പക്ഷെ എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഈ സിനിമയ്ക്ക് എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള എത്ര നായികമാരാ എവിടെ തിരിഞ്ഞ ദേ അടുത്ത സീനിൽ പുതിയൊരു നായിക, ദേ വരുന്ന പുതിയൊരു നായിക, അങ്ങനത്തെ ഒരു സാധനം അതൊരു വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു. ഇനി നമുക്ക് ഈ പവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പവിനെ പോലെ തന്നെ ഒരു അങ്ങനത്തെ ഒരു ഒറ്റബുദ്ധിക്കാരനാണോ ശരിക്കും പറഞ്ഞ ദിലീപേട്ടൻ? എനിക്ക് എൻ്റെ അറിവിൽ ദിലീപേട്ടൻ അങ്ങനെ ഒരാളല്ല. ഇല്ല, പവിത്രനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അതെ, അങ്ങനെയല്ല. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഒറ്റബുദ്ധിയിൽ പവിത്രൻ എല്ലായിടത്തും പോയി അബദ്ധത്തിൽ പെടുവാണ്. എത്ര അബദ്ധങ്ങളാണ്. ഇയാൾക്ക് ഒരാവശ്യമില്ല. ഇപ്പൊ ഞാൻ വിനീതന്നെ അത് പറഞ്ഞ് കളിയാക്കും, ചേട്ടാ ഞാനിത് നിങ്ങളിലാണ് കണ്ടേക്കണേ. അപ്പൊ ഞാൻ ഒന്നുമില്ല, ഞാൻ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ മോണിറ്ററിൽ പോയി ഇപ്പൊ നമുക്കിത് കാണാലോ. അപ്പൊ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ചിരിച്ചുപോയി. ഇയാളൊരു കാര്യമില്ല, ഒരു പെണ്ണും ഒരാണും കൂടി ഒരു ഫ്ലാറ്റിൽ റൂമിൽ പോണെന്ന് പറഞ്ഞു ഉടനെ അതിന്റെ ഇയാൾ അതിന്റെ പുറകെ പോയി ഇയാൾ ഉണ്ടാക്കണ കുഴപ്പങ്ങള്, ഇയാളുടെ മണ്ടത്തരങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഇയാൾക്ക് എന്തിന്റെ ചോദിക്കുന്ന സംഭവം ഉണ്ടല്ലോ. കാരണം ഇയാളുടെ ഒരു പഴമക്കാരനും ഇയാള് അങ്ങനെ, അതുകൊണ്ടാണ് നമ്മൾ മറ്റേ ക്യാരക്ടറിനെ കൊണ്ട് പറയുന്നത് നിങ്ങൾ പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. ഇയാൾക്ക് പഴയ കണ്ടതും കേട്ടതും ഒക്കെ കേട്ട് പഴയ ഇതിലിരിക്കുന്ന ഒരാള്. അയാളുടെ സ്വഭാവം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിലല്ല പുള്ളി പോകുന്നത്. ഇപ്പൊ ഒരു ആണും പെണ്ണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി എടാ വാടാ പോടാ റിലേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അയാൾ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ. ചിലപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു അത് നമ്മൾ പഴയ സിനിമയിലുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു ഇയാളൊരു പഴയ ഒരാളാണ്, ഇയാളുടെ ചിന്തകൾ പഴയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇയാൾ ഈ ശരിക്കും പറഞ്ഞാൽ ആ ഡോറിൽ പോയിട്ട് മുട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അയാൾ വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾക്ക് എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. അപ്പൊ ഓടി സ്റ്റെപ്പ് ഇറങ്ങാൻ ടൈം കിട്ടൂല. അയാളുടെ ഇമേജിന് അയാളുടെ മാനത്തെ മനുഷ്യൻ ജമ്പ് ചെയ്യണം. അപ്പൊ അത് നമ്മുടെ പഴയ സിനിമകളിലുള്ള ഞാൻ പറഞ്ഞ ആ സമയത്ത് അയാളുടെ പഴമയ്ക്ക് അയക്ക് തോന്നുന്നത് ബുദ്ധിയാണ്. ഞാൻ അത് കണ്ടിട്ടാണ് ഇയാൾക്ക് എന്തിന്റെ കേട്ടാണ്. അപ്പൊ വിനീത് പറഞ്ഞു ചിലപ്പോൾ ചേട്ടാ ഇപ്പോഴത്തെ ഒരു ഇതില് ചാട്ടം നമുക്ക് വേണോ, അതല്ലാതെ നമുക്ക് വേറെ ആംഗിൾ എന്തെങ്കിലും പിടിച്ചാലോ എന്ന് പറഞ്ഞു. ഇയാളുടെ സ്വഭാവത്തിന് ഇയാൾക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. ചെരുപ്പ് ഊരിയിട്ട് ആരെങ്കിലും ചെയ്യുമോ? സ്റ്റെപ്പ് ചാടുക എന്നൊക്കെ പറയണത് അതാണ് ഇയാളുടെ. വന്നിട്ട് ഇയാൾ വന്ന് പറയണ മാറ്റർ വേറെയും ഒക്കെ പറയാം. അപ്പൊ അതൊക്കെ ഒരു ആ രീതിയില്ല, അല്ലാണ്ട് അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്തതിൻ്റെ അല്ലേ. നമ്മൾ കഥാപാത്രത്തിനെയാണ് പിടിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ എത്തി. ഇപ്പം ഇനി ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒന്ന് നമ്മുടെ ബ്രോയാണ്. അത് തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഈ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്കങ്ങ് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. ഇപ്പം ദിലീപേട്ടനെ വെച്ച് നോക്കുമ്പോൾ ദിലീപേട്ടന് ഡയാനയുണ്ട്, അർജുനുണ്ട്, ബ്രോയുണ്ട്. ഇതിലിപ്പം പെട്ടെന്ന് ദിലീപേട്ടനായിട്ട് ആദ്യം അടുത്തത് ഇതിൽ ആരായിരിക്കും? അർജുന ആണോ? എത്ര സമയത്തിനുള്ളിൽ അർജുൻ എടുത്തു? അർജുൻ വന്ന് കുറച്ച് ദിവസം. അർജുൻ എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ ഫെസിലിറ്റി ആണെന്ന് അർജുന്. ഞാൻ പഠിത്തം യൂറോപ്പിലാണ്, പക്ഷെ അർജുന് AC അന്നൊക്കെ AC റൂം അത് അതിനെ നോക്കാൻ ആൾക്കാർ. പക്ഷെ അർജുനായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോൾ ഈ അർജുന് അവർ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ഇതായിരുന്നു ട്രെയിനേഴ്സ് അവർ അതിൻ്റെ. അപ്പോൾ ബ്രില്യൻ്റ് ഡോഗായിരുന്നു. ഞാൻ ഇത്രയും നായ്ക്കളുടെ കൂടെ അഭിനയിച്ചതിൽ ഏറ്റവും ബ്രില്യൻ്റ് അർജുനാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സിങ്കായതിനു ശേഷം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങാനും എന്തെങ്കിലും വടിയെടുത്ത് ഓടിയാവും വന്ന് എൻ്റെ കാലിൻ്റെ ഉള്ളിലേക്ക് കയറും, എന്നിട്ട് ഇങ്ങനെ നോക്കിയേക്കും. അപ്പം ഞാൻ സമ്മതിക്കില്ല.
അവൻ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ അവരിങ്ങനെ വാടക എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. ഇല്ല അത് വേണം വിട്ടിട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഭയങ്കര അടുപ്പായി. അപ്പോൾ ഇവനെ പല അടികളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇത് അർജുനന്ന് ഡ്യൂപ്പും ഉണ്ടായിരുന്നു, വേറെ നായ്ക്കുട്ടി ഉണ്ടായിരുന്നു ഡ്യൂപ്പ് ചാടാനും കാരണം അർജുൻ മെയിൻ ഒരു ഇതായതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചില സമയത്ത് ജമ്പ് ചെയ്യണൊക്കെ മറ്റേ ഡോഗായിരിക്കും. അപ്പൊ അർജുൻ വലിയ കാരണം വെച്ചാൽ ഭയങ്കര ബ്രില്യൻ്റാന്ന് പറയാൻ കാരണം വെച്ചാൽ ഇവന് ഈ റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ചെവിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇതാവും, പിന്നെ ഇങ്ങനെ നെക്കരിക്കണം. അവൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഓടുകയാണെങ്കിൽ അവൻ്റെ ഓട്ടം. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് മറ്റേ ഇതിനെ പിടിക്കാൻ ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറലൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ ഇവൻ ഭയങ്കര ഇതാണ്. അതുപോലെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം ഷൂട്ടിങ്ങിന് വേണ്ടി മാറ്റി വെച്ചു. സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഞാനും അർജുനും കൂടി ഒരു ജനലിൻ്റെ അവിടെ കിടന്ന് താഴെ ഭാവനയും മറ്റേ നായും കൂടി വരുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കിയിട്ടുള്ള വിഷയം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ഫുൾ ഡേ അതുമാ പോവും എന്ന് വിചാരിച്ചു. അപ്പോൾ ക്യാമറയൊക്കെ വെച്ച് റെഡിയാക്കി അർജുൻ വന്നു, അവന് കൊണ്ടുവന്ന് ഇങ്ങനെ എന്നൊക്കെ പാത്തിർണോ അങ്കേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇവർ പറഞ്ഞിട്ടൊക്കെ ഇതായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ വരിക വന്ന് ശരിക്കും പറഞ്ഞാൽ ഒറ്റ ടേക്ക് റെഡിയായി. അത് അങ്ങോട്ട് ഇങ്ങോട്ട് തള്ളല് ബഹളം നോക്കല്, അത് ലാസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു സാധനം വരെ ഉണ്ട്. അത് അങ്ങനെ തന്നെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്റർകട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ, പക്ഷെ അത് അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് ഷോട്ട് കഴിഞ്ഞു, മനസ്സിലായില്ലേ? പിന്നെ ഷൂട്ടിംഗ് ഇല്ല. അതുപോലെ തന്നെ ഒരു സീക്വൻസ് ആയിരുന്നു. അവിടെ വേറെ ആൾ വന്ന് ആ ഫ്ലാറ്റിൽ കയറുന്നത് നായക അർജുൻ കണ്ടിട്ട് പുസ്തകം വായിച്ചിരിക്കണ എന്നെ ഒന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ആ സീക്വൻസ് ഇതുപോലെ തന്നെ നമ്മൾ ഹാഫ് ഡേ എന്തായാലും സമയം എടുക്കും, കാരണം വന്ന് തന്നെ ഷർട്ട് പിടിച്ചിട്ടൊക്കെ അല്ലേ. അപ്പോൾ ആ സമയത്ത് ട്രെയിനർ കൊണ്ടുവന്നു കാണിച്ചു, അതിൻ്റെ വായിൽ ഇത് കടിച്ച് ഇതാക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയി. അത് കഴിഞ്ഞ് ടേക്ക് കറക്റ്റായിട്ട് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം സിനിമയെ കാണുന്ന ഷോട്ടിൽ നേരെ വന്നു പിന്നെ വലിച്ച് പിടിച്ച് നമ്മൾ അന്തം വിട്ടുപോകും. പവി കെയർ ടേക്കറിൽ ഒരുപാട് സീക്വൻസ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോലും ചെയ്യാൻ പറ്റാത്ത സീക്വൻസിൽ നായ്ക്കൾ ചെയ്യാന്ന് പറഞ്ഞില്ലേ, അത് ഒത്തു കിട്ടിയിട്ടുണ്ട് ഈ സിനിമയിൽ. അതെന്തോ ആ സമയത്ത് ദൈവ അത്ഭുതം പ്രവർത്തിക്കാന്ന് പറയില്ലേ, ഇവൻ അങ്ങനെ ബിഹേവ് ചെയ്യണ സീനുണ്ട്. ഇപ്പം ഞാൻ അതിനകത്ത് പോയിട്ട് ഒരാളെ അന്വേഷിക്കുന്ന സമയത്ത് ആളും വരിക എൻ്റെ കൂടെ, ആളും പോയി നോക്കണ്ട്, ആളവിടെ കണ്ടില്ല, പുള്ളിക്കും ഭയങ്കര ടെൻഷനില്ല പുള്ളി എന്നൊക്കെ പറയുന്നത്. അതൊന്നും അങ്ങനെ പറഞ്ഞു കൊടുക്കാത്ത സാധനങ്ങളാണ്.